ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിലൂടെ നമ്മുടെ പ്രധാന 2 പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകൾ എടുത്തു നോക്കിയാലും സ്കൂളുകളിലെ ബാത്റൂമുകളുടെ ശോചനീയാവസ്ഥ, ഒപ്പം സ്കൂളുകളിലെ കറണ്ട് ബില്ല്, അത് ഒരു വലിയ ഭീമൻ തുകയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും ഈ മാതൃകയിലൂടെ ഞങ്ങൾ പരിഹാരം തേടുന്നു. ഇവിടെ നമുക്ക് നോക്കാം. ഇന്ന് അധ്വാന ലാഭവും വേണ്ട, സമയലാഭമുണ്ട്, ഒപ്പം ചിലവ് കുറഞ്ഞ രീതിയാണിത്. ഇത്തരത്തിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു മാർഗമെന്ന നിലയിൽ ബാത്റൂമുകളുടെ ശുദ്ധീകരണം നടത്തിക്കൊണ്ട് നമ്മൾ ഇതിനൊരു പരിഹാരം തേടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സ്കൂൾ ഗേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉത്തോലക തത്വമാണ് ഉപയോഗപ്പെടുന്നത്. ഇത് 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളൊരു പിസ്റ്റനോട് കൂടി ഒരു സിറിഞ്ചാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സിറിഞ്ച് പിസ്റ്റൺ പിറകോട്ട് വരുമ്പോൾ സിറിഞ്ചിനകത്ത് വായുശൂന്യമാകുന്നതുകൊണ്ട് അന്തരീക്ഷ മർദ്ദം കുറയും. ഇതിന്റെ ഫലമായിട്ട് അന്തരീക്ഷ മർദ്ദം കൊണ്ട് ഈ ട്യൂബിലൂടെ വെള്ളം ഈ സിറിഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഈ മർദ്ദം കൊണ്ട് സിറിഞ്ചിലുള്ള ജലം മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്ക് ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ തിരികെ നമ്മൾ ജലം ശേഖരിച്ചിട്ടുള്ള സ്രോതസ്സിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോളിന്റെ ബ്ലാഡർ കൊണ്ട് 2 വാൾ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിർമ്മിച്ചിരിക്കുന്ന മാതൃകയുടെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര തത്വം നൽകുന്ന വാൾ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ ഏകദേശം 10 മീറ്റർ വരെ നമുക്ക് ഈ ജലത്തിനെ ഉയർത്താൻ കഴിയും. ഇങ്ങനെ ടാങ്കിൽ ഉയർത്തിയിട്ടുള്ള ജലം ഈ ഒരു നിരപ്പിന് മുകളിലെത്തി, ഈ ട്യൂബിന് മുകളിലെത്തി കഴിഞ്ഞാൽ അത് ഒഴുകാൻ തുടങ്ങും. ഇതിനുള്ള നമ്മൾ സൈഫൺ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം സാധ്യമാക്കിയിട്ടുണ്ട്. സൈഫൺ എന്ന് പറയുമ്പോൾ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ ഇതിൽ ജലത്തിന്റെ ഒഴുക്ക് കൊണ്ട് ഈ ട്യൂബ് വായുശൂന്യമാക്കപ്പെടുന്നു. പിന്നീട് അന്തരീക്ഷ മർദ്ദം കൊണ്ട് ഈ ടാങ്കിലെ വെള്ളം കഴിയുന്നത് വരെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒഴുകുന്ന ജലത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യൂറിനൽസ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഫിൽട്രേഷൻ സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് വരുന്ന ജലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കരി, ചരല്, മണൽ എന്നിവയിൽ ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം നിർമ്മിക്കുന്ന ഒരു പദ്ധതി കൂടി നടപ്പാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇപ്പൊ പറഞ്ഞു 10 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് ഈ ടാങ്കിനെ സ്ഥിതി ചെയ്യിപ്പിക്കാം. അപ്പൊ ഇത്തരത്തിലാകുമ്പോൾ ഉയരം കൂടുതലായി P = mgh അനുസരിച്ച് M എന്ന് പറയുന്നത് മാസ്, അത് ഈ ടാങ്കിനെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ G 9.8 അതൊരു സ്ഥിരസംഖ്യയാണ്. H ഇപ്പോൾ 10 മീറ്റർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 10 മീറ്റർ ആയതിനാൽ തന്നെ P വളരെ കൂടുതലായിരിക്കും. P കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി അഥവാ K = ½ അനുസരിച്ച് V കൂടുന്നു. വെലോസിറ്റി കൂടുന്നതിന്റെ ഫലമായി ഉയർന്ന ഫോഴ്സിൽ ഒഴുകി വരുന്ന ഈ ജലം നമ്മുടെ യൂറിനൽസുമായി കണക്ട് ചെയ്താൽ നമ്മുടെ യൂറിനൽസ് ഈ ഉയർന്ന ഫോഴ്സിലുള്ള ജലത്തിന്റെ സഹായത്താൽ വൃത്തിയായി കിട്ടുന്നു. ഇത് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം കയറ്റുന്നതിന് പകരം ഒരു ലാഭമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ യൂറിനൽസ് വൃത്തിയാക്കാനായി മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. ഇതേ സംവിധാനത്തിൽ നമുക്ക് നഗരങ്ങളിലെ ഓടകൾ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ ജലത്തിന് പകരം കടൽ ജലം അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം നഗരങ്ങളിലെ ഓടകളാകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൊതുകുകൾ മറ്റ് മുട്ടയിട്ട് പെരുകി പല രോഗങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഈ ഉപ്പുവെള്ളം ആവുന്ന സമയത്ത് ഇങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും. കാരണം സൂക്ഷ്മജീവികൾക്ക് ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അവയുടെ ശരീരദ്രവ ഓസ്മോസിസ് വഴി ഉപ്പുവെള്ളത്തിലേക്ക് വ്യാപിക്കുന്നു. അപ്പോൾ നഗരങ്ങളിലെ ഓടകൾ വൃത്തിയാക്കാനും ഇതേ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഈ ഭാവിയിൽ ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. കാരണം നമ്മൾ ഈ ഗേറ്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് മോട്ടോർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ സൈഫണിന്റെ പ്രവർത്തനം ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ പരിസര ശുചീകരണവും സാധ്യമാക്കുന്നു. ദ്രാവകം അത് സ്ഥിതി ചെയ്യുന്ന പ്രതലത്തിൽ ഒരു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ ദ്രാവകമർദ്ദം എന്ന് പറയുന്നത്. ഇത് യഥാക്രമം P = HdG എന്ന സമവാക്യത്തിലൂടെ ഉയരം, സാന്ദ്രത, ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഓരോ ഘടകങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ലഘുവായ പരീക്ഷണമാണ് ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനായി ഞങ്ങൾ 3 ബോട്ടിലുകളിൽ ദ്രാവകങ്ങൾ എടുത്തിരിക്കുന്നു. ഇവയെ ഓരോന്നും ഓരോ ട്യൂബ് വഴി സിറിഞ്ചുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയിൽ ഓരോന്നിലെയും ദ്രാവകം സിറിഞ്ചിന്റെ പിസ്റ്റണിൽ പ്രയോഗിക്കുന്ന മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം ഈ ഒരു സൂചകം വഴി മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി ഉയരം ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിനായി ഒരു ബോട്ടിൽ നിശ്ചിത ജലമെടുത്ത ശേഷം അതൊരു നിശ്ചിത ഉയരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതായത് ഈ ദ്രാവകം ഏതാണ്ട് 1.5 യൂണിറ്റോളം മർദ്ദം പ്രയോഗിച്ചു. ഇനി ഉയരം കൂടുന്തോറും ദ്രാവകമർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാനായി സിറിഞ്ചിൽ നിന്നുള്ള ജലനിരപ്പ് ഉയർത്തുന്നു. അതായത് ഇവിടെ ജലനിരപ്പ് ഉയരും തോറും ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദം കൂടുന്നതായി കാണുന്നു. അതായത് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഉയരം എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കാം. അടുത്തതായി ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സാന്ദ്രത. 2 വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങൾ എടുത്ത് ഇതേ പരീക്ഷണം ആവർത്തിച്ചാൽ
മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ? ഇത് പരിശോധിക്കാനായി ഞങ്ങൾ ഒരു ബോട്ടിൽ ഉപ്പുവെള്ളവും മറ്റേതിൽ അതിനേക്കാൾ താരതമ്യേന സാന്ദ്രത കുറഞ്ഞ ജലവും എടുത്തിരിക്കുന്നു. ഇവയെ ഓരോന്നും പ്രയോഗിക്കുന്ന മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഇതറിയാനായി ആദ്യമായി ജലം നിറച്ച ബോട്ടിൽ ഘടിപ്പിച്ച ടാപ്പ് ഓൺ ചെയ്യുന്നു. അതായത് ജലം ഏതാണ്ട് 1.5 യൂണിറ്റോളം മർദ്ദം പ്രയോഗിച്ചു. ഇനി അതേ ഉയരത്തിലെടുത്തിരിക്കുന്ന എന്നാൽ അതിനേക്കാൾ താരതമ്യേന സാന്ദ്രത കൂടിയ സോഡിയം ക്ലോറൈഡ് ലായനി പ്രയോഗിക്കുന്ന മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഇതറിയാനായി നമ്മൾ സോഡിയം ക്ലോറൈഡ് ലായനിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ടാപ്പ് ഓൺ ചെയ്യുന്നു. അതായത് ഉപ്പുവെള്ളം ജലത്തെ അപേക്ഷിച്ച് 0.5 യൂണിറ്റോളം മർദ്ദം കൂടുതലായി പ്രയോഗിച്ചു. അതായത് ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സാന്ദ്രത എന്ന് ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും നമുക്ക് തെളിയിക്കാൻ കഴിയും. കൂടാതെ ദ്രാവക മർദ്ദത്തെ മാസ് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സാധാരണ എല്ലാവരിലും ഉണ്ടാകുന്ന സംശയമാണ്. എന്നാൽ മാസിന് ദ്രാവക മർദ്ദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് തെളിയിക്കാം. ഇതിനായി 2 ബോട്ടിലുകളിൽ ജലം തുല്യ വ്യാപ്തത്തിലെടുത്തിരിക്കുന്നു. വ്യത്യസ്ത മാസിലായി തുല്യ ജലനിരപ്പ് ആകത്തക്ക വിധം ക്രമീകരിച്ചിരിക്കുന്നു. ഇനി ഇവ ഓരോന്നും പ്രയോഗിക്കുന്ന മർദ്ദം എത്രയാണെന്ന് പരിശോധിക്കാം. അതായത് വ്യത്യസ്ത മാസിലാണെങ്കിലും ജലനിരപ്പ് തുല്യമാകത്തക്ക വിധം ക്രമീകരിച്ചപ്പോൾ 2 ദ്രാവകങ്ങളും തുല്യമർദ്ദം പ്രയോഗിച്ചതായി കാണാം. അതിനാൽ ദ്രാവക മർദ്ദം മാസിനെ ആശ്രയിക്കുന്നില്ല എന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താം. അടുത്തതായി ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്നു. ഇത് കണ്ടെത്തുന്നതിനായി നമ്മൾ ഇവിടെ വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു PVC പൈപ്പിന്റെ അഗ്രഭാഗത്ത് ഒരു ബലൂൺ വലിച്ചു കെട്ടിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ജലം നിറച്ചിരിക്കുന്നു. ഇതിൽ നിറച്ചിരിക്കുന്ന ജലം ബലൂണിന്റെ പ്രയോഗിക്കുന്ന മർദ്ദത്തിന്റെ ഫലമായി ബലൂൺ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു സർക്യൂട്ട് കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഇവിടെ ദ്രാവക മർദ്ദം ഇല്ലാതാവുകയാണെങ്കിൽ ബലൂൺ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും സർക്യൂട്ട് ഓണായി ബസറിൽ നിന്ന് ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിനെ സ്വതന്ത്രമായി താഴേക്ക് വിടുന്നതായി അപ്പോൾ ശബ്ദം കേൾക്കുന്നു. കാരണം ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം. ഇവിടെ നമ്മൾ ഈ വസ്തുവിനെ താഴേക്കിടുമ്പോൾ ഗ്രാവിറ്റി അഥവാ G വസ്തുവിന്റെ നിർബാധ പതനത്തിലുള്ള ത്വരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് ഇവിടെ ദ്രാവക മർദ്ദത്തിന് ആവശ്യമായ ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഇല്ലാതായി. അതിനാൽ ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായ Gയുടെ സാന്നിധ്യം നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും അനിവാര്യമാണെന്ന് മനസ്സിലാക്കാം. അതായത് ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ P=HdG എന്ന സമവാക്യ പ്രകാരം ഉയരം, സാന്ദ്രത, ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്നീ ഘടകങ്ങളാണെന്ന് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇംപ്രൂവ്സ് ലീനിയർ ട്രീറ്റ്മെന്റ് മോഡൽ ഞങ്ങൾ വിളപ്പിശാല ഫാക്ടറിയിലാണ് ചെയ്തിട്ടുള്ളത്. വിളപ്പിശാല ഫാക്ടറിയെ കുറിച്ച് നമുക്കറിയാം. 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫാക്ടറിയാണ്. പോപ്പ് സ്ക്രീനിന്റെ കെയർ ടേക്കിങ്ങിലാണ് അത് അണ്ടർടേക്ക് ചെയ്തത്. പിന്നെ ഇപ്പോൾ അത് തിരുവനന്തപുരം പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെ കീഴിലാണ്. വിളപ്പിശാല ഫാക്ടറിയിൽ ദിവസവും 230 മുതൽ 260 ടണ്ണോളം വരെ വേസ്റ്റ് വരുന്നുണ്ട്. ഈ വേസ്റ്റിന് നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ട്രപ്പീസിയം മോഡലിൽ കൂട്ടിയിട്ട് ഈ ട്രപ്പീസിയം മോഡൽ ഇടുന്നതെന്ന് പറയുമ്പോൾ അവിടെ വിൻഡ്രോ മെത്തേഡ് അല്ലെങ്കിൽ എയറോബിക് കമ്പഷൻ എന്ന മെത്തേഡിലൂടെയാണ് അവിടെ വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുന്നത്. ട്രപ്പീസിയം മോഡൽ കൂട്ടിയിടുന്നതിന് വഴി എയർ എല്ലാ സൈഡിലും ലഭിക്കുകയും എയറോബിക് കമ്പഷൻ വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് 7 ദിവസം ഈ ഹീപ്പിനെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്നു. അടുത്ത 7ാം ദിവസം ഈ ഹീപ്പിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. അങ്ങനെ 7 ആഴ്ച, അതായത് 49 ദിവസത്തെ പ്രോസസ്സിന് ശേഷം ഇവിടെ വന്ന വേസ്റ്റ് ഇവിടെ എത്തുന്നു. ഈ വേസ്റ്റിനെയാണ് നമ്മൾ അടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഈ വേസ്റ്റിനെ ഈ ട്രോമൽ സ്ക്രീനിലോട്ട് കടത്തുന്നു. ഇത് 36 mm² വ്യാസമുള്ള ഒരു ട്രോമൽ സ്ക്രീനാണ്. ഇതൊരു മോട്ടോറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. മോട്ടോർ കറങ്ങുന്നതനുസരിച്ച് ട്രോമൽ സ്ക്രീനും കറങ്ങുന്നു. അതുവഴി ഇതിനകത്തുള്ള വേസ്റ്റ് ഫിൽട്ടർ ആവുന്നു. ഈ ട്രോമൽ സ്ക്രീൻ സിംപ്ലി ഒരു ഫിൽട്ടർ ആക്ടാണ് ആക്ട് ചെയ്യുന്നത്. 36 mm² കുറവുള്ള പാർട്ടിക്കിൾസ് ഈ കൺവെയർ ബെൽറ്റിൽ വീഴുന്നു. നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഇതേപോലത്തെ ഒരു 49 days പ്രോസസ്സ് നടത്തുന്നു. പിന്നെ ഈ ട്രോമൽ സ്ക്രീനിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് സാധനം ലഭിക്കുന്നു. അതിന് നമ്മൾ പ്രൈമറി റിജക്റ്റ് എന്ന് പറയും. പിന്നെ ഈ വേസ്റ്റിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് കോമ്പൗണ്ട് വേസ്റ്റ് ആണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഷൂസ് അങ്ങനെയുള്ള എന്ത് കാര്യം വേണോ കാണാം. വീണ്ടും നമ്മളൊരു 49 days പ്രോസസ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ട്രോമൽ സ്ക്രീനിലോട്ട് നമ്മൾ മാറ്റുന്നു. ആ ട്രോമൽ സ്ക്രീനിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ പല്ല് പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും 16 mm² താഴെ സൈസുള്ള മാലിന്യങ്ങൾ കൺവെയർ ബെൽറ്റിൽ വീഴുകയും ചെയ്യുന്നു. ഈ കൺവെയർ ബെൽറ്റിൽ വീഴുന്ന മാലിന്യം ഡയറക്റ്റ് ആയിട്ട് അടുത്ത ട്രോമൽ സ്ക്രീനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്.
ഈ ട്രോമൽ സ്ക്രീനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 4 മില്ലിമീറ്റർ സ്ക്വയർ മാത്രം വ്യാസമുള്ള ഒരു ട്രോമൽ സ്ക്രീനാണ്. ഇത് അഴുകാനിടുന്ന സമയത്ത് ഇതിൽ നിന്നും കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം വെളിയിലോട്ട് വരും. ഇതിനെ നമ്മൾ ലീച്ചറ്റ് എന്ന് വിളിക്കും. ഈ ലീച്ചറ്റ് കാരണം ഇന്ന് വെളുപ്പിൽശാല നിവാസികൾക്ക് ഇഷ്ടംപോലെ പ്രശ്നമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെളുപ്പിൽശാല ഫാക്ടറി പൂട്ടാൻ തന്നെ തീരുമാനിച്ചത്. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ലീച്ചറ്റിനെ ഒരു ക്ലാരിഫിക്കേഷൻ ടാങ്കിൽ കളക്ട് ചെയ്യും. താഴെ കാണാം ഈ ഒരു ഗ്ലാസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ടാങ്കാണ് ക്ലാരിഫിക്കേഷൻ ടാങ്ക്. ഈ ക്ലാരിഫിക്കേഷൻ ടാങ്കിന്റെ അകത്ത് ഒരു ഷാഫ്റ്റ് ഉണ്ട്. ലീച്ചറ്റിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപ്പ് വെള്ളത്തിൽ കുറച്ചും കൂടെ ഉപ്പുവെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും. പക്ഷേ ലീച്ചറ്റിൽ അങ്ങനെയല്ല. അതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ലീച്ചറിന്റെ സെറ്റിൽമെന്റ് റേറ്റ് കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്ലാരിഫിക്കേഷൻ ടാങ്കിൽ നടക്കുന്നത്. ഇതിലാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യും, അതിന്റെ സെറ്റിൽമെന്റ് റേറ്റ് കൂടുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഇതിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എക്സെട്ര അതുപോലുള്ള ആൽക്കലീസും കൂടെ ആഡ് ചെയ്യും. ഇത് കാരണം ആസ് എ ബൈ പ്രോഡക്റ്റ് വാട്ടറും കൂടെ ഉണ്ടാവുന്നു. ഈ വാട്ടറും നമ്മൾ എക്സസൈസ് സപ്ലൈ ചെയ്യുന്ന വാട്ടറും എല്ലാം കൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കളക്ട് ചെയ്ത് ഗാർഡൻ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. സെറ്റിൽ ചെയ്ത് വന്ന ആ ഒരു മെറ്റീരിയൽ കറുത്ത സോൾഡ് മെറ്റീരിയലിനെ നമുക്ക് സ്ലഡ്ജ് എന്നൊരു പേര് വിളിക്കാം. ഈ സ്ലഡ്ജിനെ നമ്മൾ നേരെ കളക്ട് ചെയ്ത് സ്ലഡ്ജ് സമ്പിൽ എത്തിക്കുന്നു. ഈ സ്ലഡ്ജ് യഥാർത്ഥത്തിൽ ഈ സ്ലഡ്ജ് സമ്പിൽ വെച്ചാണ് സെറ്റിൽ ചെയ്യുന്ന പ്രോസസ് നടക്കുന്നത്. എങ്ങനെ വെച്ചാൽ ഇതിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ഈ വേസ്റ്റ് ഇരിക്കുന്നത് കാരണം ഇതിൽ വെള്ളം മുകളിലത്തെ ലെയറിലും ബാക്കിയുള്ള പ്രോഡക്ട്സ് താഴത്തെ ലെയറിൽ എത്തുന്നു. എന്നിട്ട് നമ്മൾ ഒരു 3.5 HP മോട്ടോർസ് ഉപയോഗിച്ച് ഈ സ്ലഡ്ജിനെ പമ്പ് ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ എത്തിക്കും. ഗ്രൗണ്ട് ലെവൽ എത്തിയ ഈ സ്ലഡ്ജിനെ നമുക്ക് ഒരു ഫാക്ടറി അറിയാം. എർത്ത് ക്രസ്റ്റിന്റെ ഒരു മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ ഈ എർത്ത് ക്രസ്റ്റിൽ ഏതെങ്കിലും ഒരു ഇംപ്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ എത്തിക്കഴിഞ്ഞാൽ അത് എപ്പോഴും പൊല്യൂട്ടഡ് ആയിരിക്കില്ല. ഗ്രൗണ്ട് വാട്ടർ എപ്പോഴും പ്യൂർ ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും. ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം എർത്ത് ക്രസ്റ്റിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. അതേ പ്രോസസ്സ്, അതേ ഒരു മെക്കാനിസമാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്യും. ഈ സ്ലോപ്പിൽ ഏറ്റവും ബേസിൽ നമ്മൾ കുറച്ച് സാൻഡാണ് എടുക്കുന്നത്. ഈ സാൻഡ് ഒരു സ്ലോപ്പായിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ കുറച്ചും കൂടി കനത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് നല്ല വലിപ്പമുള്ള കല്ലുകൾ നമ്മൾ സ്ലോപ്പായിട്ട് ഫോം ചെയ്യും. അതിന്റെ മുകളിൽ അതിനേക്കാളും സൈസ് കുറഞ്ഞ കല്ല്, അതിന്റെ മുകളിൽ അതിനേക്കാളും സൈസ് കുറഞ്ഞ കല്ല്, ഏറ്റവും മുകളിൽ വളരെയധികം സൈസ് മൈന്യൂട്ട് ആയിട്ടുള്ള കല്ലുകൾ നമ്മൾ ഒരു സ്ലോപ്പായിട്ട് ഫോം ചെയ്യുകയും എന്നിട്ട് ഇതിന്റെ മുകളിൽ എന്ന് വെച്ചാൽ ഇതിൽ കൂടി നമ്മൾ സ്ലഡ്ജിനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാരണം ഇതിന്റെ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം ഈ സ്ലഡ്ജ് ഡ്രൈയിങ് ബഡ്സ് എന്ന് പറയുന്ന ഈ സ്ലോപ്സിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള ലിക്വിഡ് ഇതിന്റെ താഴെ എത്തുകയും ചെയ്യും. താഴെ എത്തുന്ന ലിക്വിഡിനെ നമുക്ക് കളക്ട് ചെയ്ത് ഗാർഡൻ പർപ്പസിന് യൂസ് ചെയ്യാം. ക്ലാരിഫിക്കേഷൻ ടാങ്കിൽ നിന്നും സ്ലഡ്ജ് ഡ്രൈയിങ് ബഡ്സിൽ നിന്ന് എത്തുന്ന ലിക്വിഡ്സിനെ നമുക്ക് ഗാർഡൻ പർപ്പസിന് യൂസ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ, അഥവാ നമ്മൾ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ വാട്ടർ വളരെ സ്കേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കളക്ട് ചെയ്ത വാട്ടറിനെ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാം.